എൻ്റെ അമ്മച്ചി തല ചീവിത്തരാൻ വന്നാൽ പിന്നെ അവിടെ ഒരു പേൻ നോക്കൽ ഇരടലൊക്കെ ഒരു പതിവാണ്. അപ്പോൾ ശരിക്കും നോക്കിയെടുത്ത് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മച്ചി പറയും വെറുതെ നോക്കിയിട്ട് കുത്തമോളെ എനിക്ക് കണ്ണ് കണ്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് കണ്ണ് കണ്ടില്ലെങ്കിലും ഭയങ്കര ഉന്നാണ് കേട്ടോ എന്ന്. അപ്പം അമ്മച്ചി അതെന്താന്ന് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ പിന്നെ ചിരട്ട വെച്ച് ഇങ്ങനെ എറിഞ്ഞില്ലേന്ന് ചോദിക്കുക. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കഞ്ഞി പൈസ 10 രൂപയാണ്. 4ാം ക്ലാസ്സിലല്ല 1 മുതൽ 4 വരെ പഠിക്കുമ്പോൾ കഞ്ഞി പൈസ 10 രൂപയാണ്. അപ്പോൾ 10 രൂപ ഇവരുടെ അടുത്ത് തരാനില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 5 രൂപ ഒന്ന് കൊടുക്കുക, 5 രൂപ അടുത്ത ആഴ്ച കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ആന്നൊക്കെ പറഞ്ഞ് പോയിട്ട് 5 രൂപ സ്കൂളിൽ കൊടുത്തില്ല. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന വഴിക്കൊരു വല്യമ്മ കൊക്കോക്കായ് വിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് 5 രൂപയ്ക്ക് കൊക്കോക്കായ് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ കഞ്ഞി പൈസ കൊടുക്കാത്തത് ഉമ്മച്ചി അറിഞ്ഞു. കൊക്കോക്കായ് വാങ്ങി എന്നുള്ളത് ഉമ്മച്ചി എങ്ങനെയോ അറിഞ്ഞു. അപ്പോൾ ഉമ്മച്ചി എന്നെ അടിച്ചിട്ട് ആ ചെമ്പരത്തി പോകുമ്പോൾ അപ്പം ഞാൻ വാങ്ങിയിട്ട് ഒടിച്ചിട്ടിട്ട് ഓടി. അപ്പം ഉമ്മച്ചീൻ്റെ കയ്യിൽ കിട്ടിയത് ചിരട്ട വെച്ചിട്ട് എന്നെ എറിഞ്ഞു. അപ്പം ഞാൻ പറയായിരുന്നു നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതൊന്നും എനിക്ക് സഹായിക്കേണ്ട, നിങ്ങളെന്നെ പണ്ട് ചിരട്ട വെച്ച് എറിഞ്ഞതല്ലേന്ന്. അപ്പം ചെറിയേ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ചെറുപ്പത്തിൽ എൻ്റെ കയ്യിലിരിപ്പ് എന്തായിരുന്നു. അതൊന്നും പാവം കുട്ടിയിരുന്നില്ല, ഒരു വികൃതി ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാനൊരു പാവിരുന്നു ഇത്രേ. പക്ഷെ കയ്യിലിരിപ്പും കൊണ്ടാണ് ചിരട്ട വെച്ച് എറിഞ്ഞതെന്ന് അമ്മച്ചി പറയുന്നത്. ബർത്തുമ്മലുള്ള ഷീറ്റ് വിരിച്ചതൊക്കെ പറഞ്ഞു പോയിട്ടോ. അപ്പം ഞാൻ വരുന്നതിൻ്റെ മുമ്പ് ഉമ്മച്ചിയും അയ്യോമി കുട്ടിയും കൂടെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് മീഷോന്ന്. ഇപ്പം ഞാൻ വന്നതിന് ശേഷമാണ് മീഷോന്ന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി കിട്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇന്ന് ഒട്ടിക്കാൻ നാളെ ഒട്ടിക്കാമെന്ന്. അങ്ങനെ എന്തായാലും ഇന്ന് ഒട്ടിച്ചു. എങ്ങനെ ഞങ്ങൾ സ്വർണ്ണത്തിൻ്റെ ബർത്ത് രസമുണ്ടോ? കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണത്തിൻ്റെ ബർത്തുള്ള അടുക്കള ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാണേണ്ടവരൊക്കെ വരിക. 19 പാടിയറമ്പ് റോഡിന് വന്നാൽ മതി കേട്ടോ. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, വേണ്ടപ്പോൾ വാക്കുകളെ തേൻ പോലെ മധുരിക്കും, വേണ്ടതായ തേൾ പോലെ കുത്തിവേദനിപ്പിക്കും. മധുരിക്കുന്നതെല്ലാം സ്നേഹമല്ല, ചിലതിൽ സ്വാർത്ഥതയുടെ വിഷം ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബർത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിക്കുകയാണ്. ബർത്തിൽ അതൊക്കെ സ്വർണ്ണമൊക്കെ ഒട്ടിച്ച് പിന്നെ ഞങ്ങൾ വേഗം പോയി ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഇന്നലത്തെ ബാക്കി 2-3 പൊറാട്ട ഉണ്ടായിരുന്നു. പൊറാട്ട ചുട്ടു. ഇവിടെ ഭക്ഷണത്തിൻ്റെ ഫസ്റ്റ് ഉദ്ഘാടനം എൻ്റെ പൂവിക്കുട്ടിയാണ്. എല്ലാം ലാസ്റ്റ് കഴിഞ്ഞിരിക്കുന്നതാണ് ഞാനും.